മനസ്സ് നന്നാവട്ടെ. പുകയില അഥവാ ടുബാക്കോ എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ലഹരി വസ്തുവാണിത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാദകദ്രവ്യം കൂടിയാണിത്. സിഗരറ്റ്, ബീഡി തുടങ്ങിയവയുടെ രൂപത്തിലാണ് പുകയില വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ലഹരി വസ്തുവിനെ പറയുന്ന പേരാണ് നിക്കോട്ടിൻ. ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങുന്ന മാരകമായ അസുഖങ്ങൾ പുകയില ഉണ്ടാക്കുന്നു. ഇനി ടോപ്പിക് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിനെ കുറിച്ചിട്ടാണ്. പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നത് കാരണം മാരകമായ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനിടയാകുന്നു. അതിൻ്റെ ഭീകരത ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ്. അറിയാവുന്നവർ തന്നെ അതിനുള്ള പ്രാധാന്യം കൊടുക്കാറുമില്ല. പുകവലിക്കാരുടെ ജീവിത പങ്കാളികൾക്ക് ശ്വാസകോശ അർബുദം ഉണ്ടാവാനുള്ള സാധ്യത 5 ഇരട്ടിയോളമാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് അവ സൃഷ്ടിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിവർഷം 4400ഓളം പേർ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് കാരണം മരിക്കുന്നു. ലോകത്തിൽ 3-ൽ ഒരാൾക്ക് പുക ശ്വസിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ. പുകവലിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. എന്നാൽ പുകവലിക്കുമ്പോൾ നിങ്ങൾക്കും സമൂഹത്തിനും കുടുംബത്തിനും വരുത്തിവെക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുകവലിക്കാതിരിക്കുക, അതിന് ആരെയും അനുവദിക്കാതിരിക്കുക. മനസ്സെന്നാകട്ടെ. പുകയില ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ ഏതാണ്ട് ഉടനടി നമുക്ക് ലഭിക്കും. പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിനു ശേഷം ഹൃദയമിടിപ്പ് നോർമലാകുന്നു. 12 മണിക്കൂറിന് ശേഷം രക്തത്തിലെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് ബാക്ക് ടു നോർമലാകുന്നു. 2 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുകയും ലങ്സിൻ്റെ പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്യുന്നു. സേ നോ ടു ടൊബാക്കോ. Awareness quote about tobacco. Smoking is a slow suicide. Smoking is like kissing the devil on the lips. Smoking is a waste of money, a waste of time, and a waste of life. Tobacco is the only industry that kills its customers when used exactly as intended. So say no to tobacco.